വോട്ട് ഡിലീഷൻ നടന്നിട്ടുണ്ടോ? ഹ്യൂജായിട്ട്. അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇവരും ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും ഇലക്ഷൻ കമ്മീഷൻ്റെ സെൻട്രലൈസ്ഡ് ഇവരെല്ലാം കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാറിന് പങ്കുണ്ട്. ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും ജ്ഞാനേഷ് കുമാർ അവർ കമ്മീഷനായിട്ട് തുടരാൻ ഇടവരരുത്. കാരണം അയാൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തകനാണ്. അയാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞാലും നിയമിച്ചവൻ പറഞ്ഞാലും അത് ചെയ്യരുത്. അവരാണ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്നത്, ഇന്ത്യൻ രാജ്യസ്നേഹികൾ. ഇത് പറഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് രാജ്യദ്രോഹിയാക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. എന്തൊക്കെ പരിപാടികളാണ് ഇത് പറഞ്ഞത്. കേരളത്തിലെ കുറച്ച് മണാഗുണ യൂട്യൂബേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. ഞാനവിടെ രാഹുൽ ഗാന്ധിയെ ഹൈലൈറ്റ് ചെയ്യാനല്ല ശ്രമിച്ചത്. തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റ് തിരുത്തണം. ഒതന്റിക്കായിട്ടാണ് ഓരോ കാര്യങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷൻ രാഹുൽ ഗാന്ധി പറയുന്ന ഒരൊറ്റ വെർട്ടിക്കൽ ലെവൽ എതിർക്കാൻ പറ്റിയോ? ഇവർ പല സംഭവങ്ങൾ കൊണ്ടു, അതായത് ഇത് വാട കോട കുടച്ചക്രം ഇതെല്ലാം പൊളിഞ്ഞു പോയില്ലേ? ഇതല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം സത്യത്തെ നിങ്ങൾ കുഴിച്ചു മൂടാൻ ശ്രമിക്കരുത്. ഇന്ത്യയിലെ പാവം പിടിച്ചവനും ധനമുള്ളവനും ധനമില്ലാത്തവനും സ്വാധീനമുള്ളവനും സ്വാധീനമില്ലാത്തവനും വോട്ടർ റൈറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ റൈറ്റാണ്. അത് വെട്ടിമാറ്റി അവൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ദളിറ്റ്സിനെ മാറ്റുക, എന്നിട്ട് അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കള്ള വോട്ടുകൾ ചേർക്കുക. ഇത് ചോദ്യം ചെയ്യേണ്ടതല്ല. ഒരേ സീരിയൽ നമ്പറിൽ രാത്രിയിൽ ആ സമയത്താണ് ഇത് വെട്ടുന്നത്. ചോദ്യം ചെയ്യണ്ടായോ? ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ ബോധമാണ്.